ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രസംഗമണ്ണൻ, അതായത് ആറാട്ടണ്ണനും പ്രസംഗമണ്ണനും രണ്ട് മൊയന്തുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൈറലായിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഇവർ എവിടെ കണ്ടാലും അവരുടെ ഓരോ കാര്യങ്ങളും ചൂഴ്ന്നെടുത്ത് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീഡിയക്കാരും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പം ഈ അടുത്തായിട്ട് ആറാട്ടണ്ണനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ആറാട്ടണ്ണൻ പ്രസംഗമണ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകണം മുന്നായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിട്ടാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാട്ടണ്ണൻ, അതായത് ഫസ്റ്റ് ആയിട്ട് ആറാട്ടണ്ണൻ ആരാന്ന് അറിയാത്തവർക്ക് ഞാൻ സൈഡിൽ ഇമേജ് കൊടുക്കാം. ഇദ്ദേഹം ഒരു സിനിമ റിവ്യൂ, അതായത് പ്രശസ്തനായ മോഹൻലാലിന്റെ സിനിമ ആയിട്ടുള്ള ആറാട്ട് എന്ന് പറയുന്ന സിനിമ റിലീസാവുകയും ആ റിലീസിനോടനുബന്ധിച്ച് ഇദ്ദേഹം നടത്തിയ ഒരു റിവ്യൂ പരാമർശത്തിലാണ് ഈ ഒരു വിഷയം ഇദ്ദേഹത്തിന് ഇങ്ങനൊരു പേര് നിർദ്ദേശം ലഭിച്ചത്, അതായത് ആറാട്ടണ്ണൻ എന്ന് പറയുന്ന പേര് കിട്ടിയത്. അപ്പോൾ ഈ ആറാട്ടണ്ണൻ ആരാന്നുള്ളവർക്കെല്ലാം ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരാൾ എന്ന് പറയുന്നത് പ്രസംഗമണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. പ്രസംഗമണ്ണൻ എന്ന് പറയുന്നത് ഇദ്ദേഹം പ്രസംഗം പറയുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സ്വയം ഒരു പേരിട്ടതാണ്. ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിൽ വളരെയധികമായിട്ട് മോശങ്ങൾ പരാമർശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രസംഗമണ്ണൻ അറിയാത്തവർക്ക് ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. എന്നിരുന്നാൽ പോലും ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രസംഗമണ്ണൻ ഒരു ചെറിയ ഇഷ്യൂലാണ്. അദ്ദേഹം ഒരു പെൺകുട്ടിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റുമായിട്ട് ഈ പ്രസംഗമണ്ണൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം എവിടെ പോയാലും ക്യാമറയും കൊണ്ട് കുറച്ച് പൊട്ടന്മാർ വരും. എന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ പുതിയ ലവറാണോ, അതോ നിങ്ങൾ ഇത് സിനിമ ആയിട്ട് ഷൂട്ടിംഗ് ആയിട്ട് നടക്കുകയാണോ? അങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ ഈ പ്രസംഗം പറയും, ഇത് എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വയലും പറഞ്ഞു കണ്ട് ഇദ്ദേഹം കൊടുക്കും ഈ പ്രസംഗമണ്ണൻ. അപ്പോൾ ഇത് രണ്ട് പൊട്ടന്മാരാണ്. ഈ കേരളത്തിലെ രണ്ട് പൊട്ടന്മാരെ ഈ മീഡിയക്കാരാണ് ഇവരെ നശിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഇവർ വിവരമില്ലാത്ത രണ്ട് പൊണ്ണകളാണെന്നുള്ളത് ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഇവർക്ക് വളം വെച്ചു കൊടുക്കുക, ഇവർ വരുന്ന മീഡിയക്ക് അറ്റൻഷൻ കൊടുക്കുക. എന്ത് കാര്യത്തിനാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവര് പുതിയ പൊട്ടത്തരങ്ങൾ പുറത്തിറങ്ങി. ഈ ഒരു പബ്ലിക്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഒരു മീഡിയ വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ക്യാമറ എടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം എന്നുള്ളത് അറിയാം. ഇവർ ചെയ്ത കുറച്ച് കുൽസിത പ്രവർത്തനങ്ങളാണ് ഇനി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ആറാട്ടണ്ണൻ, അതായത് നമ്മുടെ പ്രിയ പണ്ഡിതനുമായിട്ടുള്ള ആറാട്ടണ്ണന്റെ കുറച്ച് വാക്കുകൾ കൂടെ നമ്മൾ ഇതിലേക്ക് ക്ലിപ്പുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ആദ്യം കണ്ടിട്ട് വരിക. അതായത് നമ്മുടെ പ്രസംഗമണ്ണന്റെ ചെറിയ ഒരു 2-3 കുൽസിത പ്രവർത്തനങ്ങൾ അത് കണ്ടിട്ട്. അവളെ നോക്കടാ നീ. വയസ്സത്തിലെ അങ്ങനെ സിനിമ ഉണ്ടായിരുന്നു. അതെൻ്റെ ബാക്കിൽ തിയേറ്റർ ഏറ്റവും ബാക്കിൽ പോയിരുന്നത് ബ്ലോക്ക് ചെയ്യേ മരാൻ്റെ വളർന്ന പോയിൻ്റെ പുള്ളി. ഈ പുള്ളി വന്ന വഴി മറക്കാൻ ഞാൻ പറയാൻ കാരണം, ഇവിടെ പുള്ളിയെ കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണ ചേട്ടനും പിന്നെ ആരാണ് റസാഖ് പണ്ടിച്ചേരി തള്ളി പറഞ്ഞാണ് ഇവൻ അലൻ ജോസ് പെരേര. റസാഖ് പണ്ടിച്ചേരി ഇവന് ഒരു ഗുരുനാഥനും ബ്രദറിനും പോലെയാണ്. അവനെ തള്ളി പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ ചേട്ടനെ തള്ളി പറഞ്ഞു. വന്ന വഴി മറക്കണമെന്നാണ്. ഇവൻ വീട്ടിൽ ഭയങ്കര പ്രശ്നക്കാരനാണ്. വീട്ടിൽ അമ്മയുടെ അടുത്തും ഇവൻ്റെ ഫാദർ മനുഷ്യനാണ്. ഇവൻ്റെ അമ്മയുടെ അടുത്തും അമ്മൂമ്മയുടെ അടുത്ത് ഇവൻ വഴക്കുണ്ടാക്കുകയും തെരുവിളിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരാളാണ്. പുറമേ ഇറങ്ങുമ്പോൾ ഡീസൻ്റായിട്ട് നടക്കും. തെറി വിളിക്കുന്ന കൂട്ടത്തിലാണ്. ഇവൻ ഡയറക്റ്റ് ഇൻ്റർകോഷൻ ചെയ്തിട്ടില്ല എന്നോട് പറഞ്ഞേക്കണം. ലിപ് ലോക്ക് ചെയ്തിട്ടുണ്ട്, ഓറൽ സെക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫൈനലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനുള്ളത് കൊണ്ടാണ്. ഞാൻ വളരെ അധികമായ ദിവസമായിട്ട് ആലോചിക്കുന്നതാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണോ, അല്ലെങ്കിൽ ഈ വിഷയം വളരെ കൈവിട്ട് പോകുന്നുണ്ട് കേരളത്തിലെ പല മീഡിയക്കാരിൽ നിന്നും. പക്ഷെ ഇതൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള വിഷയമാണോ ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് കറക്റ്റ് പ്ലേസ് ആണ്. കാരണം അവർ പറയുന്ന പല പോയിന്റുകളും വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കേരളത്തിലേക്ക് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പൊട്ടന്മാര് എന്ന് പറയുന്ന മണ്ടന്മാർ എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അതായത് വിഡ്ഢികൾ, ഇഡിയറ്റ്സ് എന്ന് പറയുന്ന ആളുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രസംഗമണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ രണ്ട് ക്ലിപ്പ് ഇവിടെ വെക്കാനുള്ള കാരണം, ഈ ഒരു സ്ത്രീ, അതായത് ഈ പറഞ്ഞുള്ള സ്ത്രീയും ഈ വ്യക്തിയും തമ്മിൽ ഏതോ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവര് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. അതായത് ഇതൊരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ടാണ് എങ്കിൽ ഒരു പ്രൊമോഷനും ഒരു സിനിമാ നടനും ഒരു നടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം ഞാൻ കണ്ടിട്ടില്ല. ഈ കേരളത്തിൽ എന്നല്ല എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിലേക്കാണ്. ഇത് മറ്റേ വികാരത്തിന്റെ രീതിയിൽ 18+ഉം A+ ഒക്കെ ആയിട്ടാണ് ഇത് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു മീഡിയ ഇത് പുറത്തു വിടുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് ഒരു മീഡിയക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവരെ വളർത്തുന്നത്. അപ്പൊ ഒരു മീഡിയക്കാർ ഇവരെ വളർത്തുമ്പോൾ ആ മീഡിയക്കാർ ഇവർ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തു വിടുമ്പോൾ ഏത് രൂപത്തിൽ പോകും. പല കുട്ടികളും ഇത് കാണുന്നുണ്ടാവും, അവർക്കൊരു ഒരു ഇതേക്കാരം തോന്നുക, ഈ പൊട്ടനായിട്ടുള്ള ഇവനടക്കം ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഇങ്ങനെ ചിന്തിക്കുക. സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ വേറെയുള്ള വിദ്യാർത്ഥികളോ കുട്ടികളോ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതൊരു ഒരു പാഠമായിട്ടുള്ള കാര്യമല്ലേ. ഞാൻ പറയുന്നത് ഒരു കോമൺ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. അതായത് ആറാട്ടണ്ണൻ ഇവൻ സെക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോയിന്റ്, ഏറ്റവും വലിയ പോയിന്റ് നമ്മുടെ തംബ്ലൈൻ തന്നെ ഇതാണ്. അപ്പൊ സെക്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്, അതായത് പ്രസംഗമണ്ണൻ സെക്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രസംഗമണ്ണൻ ലൈവിൽ വന്നിട്ട് പറയുന്നു, ആറാട്ടണ്ണൻ ഞാൻ അണ്ണ എന്ന് വിളിച്ചതായതുകൊണ്ട് നിങ്ങൾ വേറെ എന്നെ വിളിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ പ്രസംഗമണ്ണന്റെ ഒരു മണ്ടത്തര വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം കൂടി നിങ്ങൾ കാണണം. ഈ രണ്ട് ഭാഗം കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഫൈനലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പൊ ഇത്രേ ഉള്ളൂ, നേരെ ആ വീഡിയോ കണ്ടിട്ട് വരും. ജീവിക്കാന്ന് പറയാൻ പറ്റില്ല. അതത് എൻ്റെ ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രം, പേഴ്സണൽ ഫുഡ് ആൻഡ് ട്രാവലിങ്ങിന് മാത്രമുള്ള പൈസ മാത്രമേ ഈ റിവ്യൂത്തും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കോടികളൊന്നും കിട്ടിയിട്ടില്ല. കോടികൾ കിട്ടിയെങ്കിൽ ഞാൻ ഫ്ലാറ്റും വിലപിടിപ്പുള്ള കാറും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണൊക്കെ മേടിച്ചാല്. എൻ്റെ അപ്പനമ്മയുടെ അവതാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിലെനിക്ക് പറയാൻ നാണക്കേടില്ല. ലോകത്തെ ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി എന്നെ പറ്റി പറയുന്ന മഹാതണ്ടിത്തരമാണ്. പുള്ളിക്കെതിരെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പേടിച്ചിട്ട് എനിക്കെതിരെ പറയുന്നുണ്ട്, ഞാൻ സെക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് ഭ്രാന്തടാ ആറാട്ടണ്ണ നീ പറയണത്? സന്തോഷേ, ഞാൻ ചേട്ടനെ വിളിച്ചാൽ അതുകൊണ്ട് വേറെ വല്ലതും വിളിപ്പിക്കണം, മനസ്സിലായോ? ഇന്നലെ വരെ നമ്മളവിടെ നിന്നതല്ലേ താൻ, അതുകൊണ്ട് താൻ ഇന്ന് നാളത്തോടെ വിളിച്ചു പറയണത്, മനസ്സിലായോ? ഞാൻ സെക്സ് ചെയ്തെന്ന താൻ കണ്ടാ സെക്സ് ചെയ്യണത്? സെക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാമോ? താൻ പലയിടത്തും പോയിടുന്നോ പലതും പറയണ്ടല്ലോ, പല സ്പായിലും പോയി പറയണ്ടല്ലോ ആൾക്കാർ. അപ്പോൾ ഈ രണ്ട് ക്ലിപ്പും നിങ്ങൾ കണ്ടപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. അതായത് പ്രസംഗമണ്ണം എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിലുള്ള ജനങ്ങൾ അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡിങ്ങിലും കൊടുക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഫാൻസ് ഉണ്ട് എന്ന് പറയുന്നു, അല്ലെ അദ്ദേഹം ഇങ്ങനെയാണെന്ന് പറയുന്നു, അദ്ദേഹം ഫേമസ് ആണെന്ന് പറയുന്നു. ഇതൊക്കെ എന്തായിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ പല ആളുകൾക്കും ഒരു ഇൻഫ്ലുവൻസ് എങ്കിലും ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാ, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോക്കും ഇദ്ദേഹം കാണിക്കുന്ന കോപ്രായങ്ങൾക്കും ആളുകൾ കാണുന്നത്, എൻജോയ് ചെയ്യുന്നത്. ഒരു മണ്ടനായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു രൂപത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളിലേക്ക് കുറച്ചെങ്കിലും ഇൻഫർമേഷൻ ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പരമാവധി എൻ്റെ അഭിപ്രായത്തിൽ ഇത് മീഡിയക്കാരോടാണ് പറയുന്നത്. ക്യാമറയും കുത്തിപ്പിടിച്ച് കിടുതാപും കുത്തിപ്പിടിച്ച് പോകുന്ന കുറെ പൊട്ടന്മാരുടെ ചാനലായിട്ടുള്ള കുറെ ആളുകളുണ്ട്. അപ്പം അവരോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇങ്ങനെ ഒരു നടിയോ നടനോ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ ആള് വരുമ്പോൾ ആ ആളെ ഫോക്കസ് ചെയ്ത് ക്യാമറ പോയിട്ട് ഇന്നെന്താ പരിപാടി, ഇന്ന് എന്തൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് വരൂ, നിങ്ങൾ നടന്നു വരൂ, നിങ്ങൾ കിസ് ചെയ്യൂ, നിങ്ങൾ നടന്നു വരൂ എന്നും പറഞ്ഞു കണ്ട് അവരെ പിന്നാലെ പോകുന്നത് ഒരു മണ്ടത്തരാണ്. അവർക്കൊരു അറ്റൻഷൻ കിട്ടാന്നുള്ളതേക്കാരം മേ ബി ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആ സ്ത്രീ ഇവൻക്കെതിരെ രംഗത്തിറങ്ങി. ഇപ്പോൾ ഈ ആറാട്ടണ്ണൻ പറയുന്നു, ഞാൻ എന്താണ് ഇവൻ സെക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നു. ഇവൻ വന്നിട്ട് പറയുന്നു, ഇല്ല അവൻ ഓറൽ സെക്സ് ആണ് ചെയ്തത്. മറ്റോ പറയുന്നു, ഞാൻ സെക്സ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ കോപ്രായങ്ങൾ കേരളത്തിലേക്ക് കൊടുക്കുക. ആ ജനങ്ങൾ അത് സ്വീകരിച്ചിട്ട് ഈ രണ്ട് പൊട്ടന്മാരുടെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് പൊട്ടന്മാർ രണ്ട് പൊട്ടന്മാർ ഒരു പൊട്ടന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ രണ്ട് പൊട്ടന്മാർ നല്ല മൊണ്ണ പൊട്ടന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ഒന്ന് വിവരം കൂടിയ പൊട്ടനും അല്ലെങ്കിൽ ഒന്ന് ബുദ്ധി കുറഞ്ഞ പൊട്ടനും, ഇങ്ങനെ രണ്ട് പൊട്ടന്മാർ. ഞാൻ പറഞ്ഞു വരുന്നത്
അത്രത്തോളം വിഡിത്തരാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർ ഒരു നന്മയോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു അംശമെങ്കിലും ഇവർക്ക് കഴിവുണ്ട് എന്നോ അല്ലെങ്കിൽ ഇവർ എന്താണ് സ്വയം എന്തൊക്കെയോ ചെയ്തുകാണ്ട് വലുതായി വന്ന ഒരാളാണെന്നോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇവിടെ അതിലേറെ അടിപൊളിയായിട്ടുള്ള കലാകാരന്മാരുണ്ട്, അതിലേറെ നല്ല കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളും ഇവിടെ കേരളത്തിലുണ്ട്. അങ്ങനത്തെ സ്ഥിതിക്ക് ഇങ്ങനത്തെ പൊട്ടന്മാരെ കേരളത്തിൽ വാഴ്ത്തരുത് എന്ന് തന്നെ എൻ്റെ അഭിപ്രായം പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളും ഇവർ ചെയ്യുന്ന കാര്യങ്ങളും വളരെ വിഡിത്തരാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ 2 ക്ലിപ്പ് ഇട്ടു. ഈ 2 ക്ലിപ്പ് ഇട്ടുകൊണ്ട് നിങ്ങൾ ചോദിക്കും എന്താണ് പബ്ലിക് ആയതുകൊണ്ട് ഒരു ആണും പെണ്ണിനും കെട്ടിപ്പിടിച്ചിട്ട് എന്താ കുഴപ്പം, ഒരു ഉമ്മ വെച്ചിട്ട് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ല. ഇത് കാണുന്നവർക്ക് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ആവുക എന്നുള്ളത് ചിന്തിക്കാം, അതേ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഇവർക്ക് ഒരു മീഡിയ അറ്റൻഷൻ നിങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? ഈ 2 പൊട്ടന്മാർക്ക് ഇവർ ഒരു മൂവി റിവ്യൂ ചെയ്യാൻ വരുന്നു, അവിടെ 4 ക്യാമറ വരുന്നു, ആ ക്യാമറയുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ വരികയാണെങ്കിൽ ആ വീഡിയോ തന്നെ കട്ട് ചെയ്യുക, അവരെ ഭാഗം കൊടുക്കുക, ഒഴിവാക്കുക. അവർ വേറെ എന്തെങ്കിലും ബൈക്ക് നിന്നോട്ടെ, അല്ലെങ്കിൽ അവർ സ്വന്തം ചാനൽ ഇട്ടോട്ടെ, അതാരും അവർ ഇഷ്ടമുള്ളവർ കണ്ടോളും. അങ്ങനെ ചെയ്യുക. ഇത് ആറാട്ടൻ 2 വീഡിയോ ഇടുക, ആറാട്ടൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിലിരുന്ന് വീഡിയോ ഇടുക. ഇത് കാണാനായിട്ട് കുറച്ച് പൊട്ടന്മാരും, അത് കഴിഞ്ഞിട്ട് ആറാട്ടൻ ഉയര് ആരാട്ടൻ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടാളെയും മോട്ടറാക്കാണ് കേരളക്കാർ ചെയ്യുന്നത്. അതായത് നല്ല പിരി കയറ്റി വിടുക. ഇവരാണ് ഈ പൊട്ടന്മാരാണെങ്കിൽ, എനിക്ക് ഫാൻസ് ഉണ്ട് കേരളത്തിൽ, ഞാൻ അങ്ങോളം അസോസിയേഷൻ ഉണ്ട്, ഗേൾ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, എനിക്ക് നല്ല 4 ഫോട്ടോ വന്ന് എടുക്കാൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് ബുദ്ധി കോമൺ ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത്രയേ ഉള്ളൂ. ഇവരെ 2 കുറിച്ച് ഞാൻ കുറേ ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ പോയിന്റ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞ് ചിന്തിച്ച് അതേ അഭിപ്രായമാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും.